അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ പാഠം എല്ലാവരോടും നീതി എന്നാണ് പാഠത്തിൻ്റെ പേര്. തുടങ്ങിയാലോ? മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് നമ്മൾ ശത്രുതയോടെയാണോ പെരുമാറേണ്ടത്? അല്ല അല്ലേ, ഒരിക്കലും അല്ല. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റ് അന്യമതസ്ഥർ. ഇപ്പോൾ കുറേ മതവിഭാഗങ്ങൾ കൂടി ചേർന്നാണ് നമ്മൾ ഇന്ത്യയിൽ ആൾക്കാർ താമസിക്കുന്നത് അല്ലേ. ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അങ്ങനെ ഒരുപാട് വിഭാഗം മതക്കാർ കൂടി ചേർന്ന് സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയാണ് നമ്മൾ ഇന്ത്യയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട്, ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാവും. മുസ്ലിങ്ങളല്ലാത്ത കൂട്ടുകാർ അയൽ വീട്ടിലൊക്കെ ഉണ്ടാവും, അവർ കളിക്കാൻ വരും. അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ശത്രുതയോടെയാണോ പെരുമാറേണ്ടത്? അല്ല, അത് ഒരിക്കലും അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജൂതന്മാരടക്കമുള്ള അവിശ്വാസികളോട് വളരെ നല്ല നിലയിൽ ഇടപഴകാനാണ് പഠിപ്പിച്ചത്. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. എങ്കിലും അവരോട് നല്ല രീതിയിൽ ഇടപഴകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നീതിയോടെയും കാരുണ്യത്തോടെയും പരസ്പര സഹകരണത്തോടെയുമാണ് എല്ലാ ജനങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊണ്ടത്. എങ്ങനെയാണ്? സഹകരണത്തോടെയും സ്നേഹത്തോടെയും നീതിയോടെയും കാരുണ്യത്തോടെയും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൾക്കാരോട് പെരുമാറിയിരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകനായി ഒരു ജൂതനായ ചെറുപ്പക്കാരൻ പോലും ഉണ്ടായിരുന്നു. പരിചാരകൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആൾ. അയാൾ പോലും ആരായിരുന്നു? ഒരു ജൂതനായിരുന്നു. അവൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സന്ദർശിക്കാൻ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലും ആയിരുന്നു. അപ്പോൾ ഈ ഒരു അത്രയും എല്ലാവരോടും, ശത്രുക്കളോട് പോലും കാരുണ്യം കാണിച്ച ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളെയും മദീനയെയും ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളോട് അനിവാര്യ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അനിവാര്യ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ള സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്. എന്നാൽ യുദ്ധത്തിൽ പോലും നീതി പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യുദ്ധത്തിലും നീതി പാലിക്കാൻ നിർദ്ദേശം നൽകിയത്? ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും കൊല്ലരുത്, മരങ്ങൾ മുറിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവരൊക്കെ നിരപരാധികളാണ് അല്ലേ. സ്ത്രീകളും കുട്ടികളെയും വൃദ്ധരെയും ഒന്നും യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. മരങ്ങൾ മുറിക്കുകയും ചെയ്യരുത്. പിന്നെയോ, യുദ്ധവേളയിൽ തങ്ങൾ നൽകിയ ഈ കൽപ്പനകൾ ഇന്നും പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. നിരപരാധികളെ കൊല്ലപ്പെടുത്തുന്നതാണ് ഇന്നത്തെ യുദ്ധങ്ങളിൽ നമ്മൾ കാണുന്നത്. പത്രവാർത്തകളിലും TV ന്യൂസുകളിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, യുദ്ധങ്ങൾ നടക്കുന്നത് വേറെ രാജ്യങ്ങളിലൊക്കെ. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർ അല്ലാത്ത മറ്റൊരാളുമായും ഏറ്റുമുട്ടൽ നടത്താൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നില്ല. ആരോടാണ് ഏറ്റുമുട്ടൽ നടത്തേണ്ടത്? യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരോട് മാത്രം. അതുകൊണ്ട് തന്നെ 10 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത് 1000-ൽ പരം ആളുകൾ മാത്രമാണ്. എന്നാൽ ആധുനിക കാലത്ത് നടന്ന ലോകമഹായുദ്ധങ്ങളിൽ കോടിക്കണക്കിന് നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനമാണ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്.
അനാവശ്യമായ സംഘടനകളോ യുദ്ധങ്ങളോ തീരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഉന്നതമായ മൂല്യങ്ങളിലൂടെയാണ് ഇസ്ലാം വളരെ പെട്ടെന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാൻ കാരണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആഗ്രഹിച്ചത്? യുദ്ധമാണോ? അല്ല, സമാധാനമാണ് ആഗ്രഹിച്ചത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ചെറിയൊരു പാഠമായിരുന്നു. ഇതിലെ പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താമെന്നാണ്. ഒന്നാമത്തേത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല്ലാത്തവരോടും നല്ല നിലയിലാണ് നിലകൊണ്ടത്. മുസ്ലിം അല്ലാത്തവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിലയിലാണ് നിലകൊണ്ടത്. അത് ശരിയാണ്. ഈ കാലത്ത് യുദ്ധങ്ങളിൽ നിരപരാധികൾ ധാരാളമായി കൊല്ലപ്പെടുന്നു. അതെ, ഈ കാലത്ത് യുദ്ധങ്ങളിൽ നിരപരാധികൾ ധാരാളമായി കൊല്ലപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. ഇസ്ലാം പ്രചരിച്ചത് യുദ്ധങ്ങളിലൂടെയാണ്. ഇസ്ലാം പ്രചരിച്ചത് യുദ്ധങ്ങളിലൂടെയായിരുന്നില്ല. എങ്ങനെയായിരുന്നു ഇസ്ലാം പ്രചരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉന്നതമായ മൂല്യങ്ങളിലൂടെയാണ് ഇസ്ലാം വളരെ പെട്ടെന്ന് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അത് തെറ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ചർച്ച ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഈ കാലത്ത് എല്ലാ വിഭാഗങ്ങളോടും പരസ്പര സഹകരണത്തിൽ കഴിയേണ്ടതിൻ്റെ ആവശ്യകത. പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന യുദ്ധത്തിൽ നീതിയും ഇക്കാലത്തെ യുദ്ധങ്ങളിലെ അനീതിയും ആണ് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഉത്തരം എഴുതലാണ്. ഉത്തരം എഴുതുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി ആരുടെ കൈവശമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയണി ആരുടെ കൈവശമായിരുന്നു? രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഉള്ളത്. രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിൽ ആയിരുന്നു. എന്താണ് ഉത്തരം? ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലായിരുന്നു. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും യുദ്ധം ചെയ്യേണ്ടി വന്നത്? എപ്പോഴാണ് ചെയ്യേണ്ടി വന്നത്? ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നപ്പോൾ മാത്രം അല്ലേ? മുസ്ലിങ്ങളെയും മദീനയെയും ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളോട് അനിവാര്യ സമയങ്ങളിൽ മാത്രം സഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ മാത്രം. പിന്നെയോ മൂന്നാമത്തെ ചോദ്യം, യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? യുദ്ധവേളയിൽ നിങ്ങൾ സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും കൊല്ലരുത്. പിന്നെ മരങ്ങൾ മുറിക്കരുത്. ആരെയൊക്കെ കൊല്ലരുത്? സ്ത്രീകളെ, വൃദ്ധരെ, കുട്ടികളെ. പിന്നെ മരങ്ങൾ മുറിക്കരുത്. പാഠമൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. നാലാമത്തെ ചോദ്യം, ജൂതമതക്കാരനായ പരിചാരികൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? മതക്കാരനായ പരിചാരകൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിചാരകൻ രോഗിയായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവനെ സന്ദർശിക്കാൻ പോയിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വായിക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്നുകൂടെ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 4 പാഠങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. അസ്സലാമു അലൈക്കും.